ഹായ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് BCOS 184 യൂണിറ്റ് 3 ടെക്നോളജി യൂസ്ഡ് ഇൻ ഇ-കൊമേഴ്സ്. ഈ ചാപ്റ്ററിനകത്ത് കാര്യമായി പറയുന്നത് ഒരു വെബ്സൈറ്റ് നമ്മൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് തുടങ്ങുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ്, ഡിസൈൻ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്. ഡിസൈൻ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു സെർച്ച് എഞ്ചിൻ ഒരു വെബ്സൈറ്റ് നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുമ്പം അതിൻ്റെ പേജ് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയിട്ട് വരണം. വിത്തിൻ സെക്കൻഡ്സ് അത് ഓപ്പണായി വരികയും അതിൻ്റെ മെനു ബാറ് കാര്യങ്ങൾ അതിനകത്തുള്ള സാധനങ്ങൾ അവർ ഡിസ്പ്ലേ ചെയ്യുന്ന ഐറ്റംസൊക്കെ പെട്ടെന്ന് ലോഡായിട്ട് വരണം. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ആയാലും എന്ത് കാര്യങ്ങളായാലും എന്താണോ അവരുടെ ഷോക്കേസ് ചെയ്യുന്നത് അത് വിത്തിൻ സെക്കൻഡ്സ് നമുക്കത് ലോഡായി കിട്ടണം. അപ്പം ആ രീതിയിലായിരിക്കണം ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. സ്പീഡ് ആൻഡ് റെസ്പോൺസീവ്നെസ് ആയിരിക്കണം. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ഏത് ഡിവൈസും നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഡെസ്ക്ടോപ്പിനായാലും ടാബ്ലറ്റിനായാലും സ്മാർട്ട് ഫോണിനായാലും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസിബിൾ ആയിരിക്കണം, പെട്ടെന്ന് റെസ്പോൺസീവ്നെസ് ആയിരിക്കണം, പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കിട്ടിയിരിക്കണം. വിത്തിൻ സെക്കൻഡ്സ് അത് ഓപ്പൺ ആയി വരണം. അടുത്തത് ഇൻറ്റ്യൂറ്റീവ് നാവിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിന് ആവശ്യമുള്ള സാധനങ്ങൾ പെട്ടെന്ന് എഫേർട്ട്ലെസ്സായിട്ട് സാധനങ്ങൾ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ കിട്ടണം. വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം. അതിൻ്റെ മെനു ബാർ, സെർച്ച് ബാർ, ഫങ്ഷണാലിറ്റീസ് ഓക്കെ. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ചെരുപ്പ് നമ്മൾ വാങ്ങാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വെബ്സൈറ്റിൽ കയറിയ ഉടനെ തന്നെ സെർച്ച് ബാറിൽ നമ്മൾ ചപ്പൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഫിൽറ്റർ വരണം. ഏത് സൈസിൽ ഫിൽറ്റർ ഓപ്ഷൻ ഉണ്ടായിരിക്കണം, ഏത് സൈസിലായിരിക്കണം, ഏത് കളറിൽ വേണമെന്നുള്ളത്. ഇതുപോലെ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കണം ഒരു വെബ്സൈറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. ഈസി നാവിഗേഷൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാം മെനൂസൊക്കെ കറക്റ്റ് സ്ട്രക്ചറിലായിരിക്കണം. നിങ്ങൾക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് കയറിയാൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. ഒരു സൈഡിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, ഒരു ഭാഗത്ത് ഫിൽറ്റർ ഓപ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ എല്ലാ ഓപ്ഷൻസും അടങ്ങിയ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടൊരു വെബ്സൈറ്റ് ആയിരിക്കും. അതുപോലെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, നല്ലൊരു ഡീറ്റെയിൽ ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഉണ്ടായിരിക്കണം. ഇത്ര സൈസാണ്, ഇന്ന കളറാണ്, ഇന്ന മെറ്റീരിയലാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡീറ്റെയിലിങ് അതിൻ്റെ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഒരു കസ്റ്റമർ ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ഇൻഫർമേഷനും അവിടെ നിന്ന് തന്നെ ലഭിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കീ ഡിസൈൻ കൺസിഡറേഷൻ ഇ-കൊമേഴ്സ് സക്സസ് എന്ന് പറയുന്നത് സിമ്പിൾ ചെക്കൗട്ട് പ്രോസസ്സ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ സാധനം വാങ്ങി നമുക്കത് പർച്ചേസ് ചെയ്തു, അപ്പോൾ നമുക്കത് പേയ്മെൻറ്റ് ചെയ്യാനുള്ള പ്രോസസ്സ് എന്താ പറയുക, ഈസി വേ ആയിരിക്കണം. ഒരുപാട് ഡിഫിക്കൽട്ട് ആവാൻ പാടില്ല, ഒരുപാട് പ്രോസസ്സ് അടങ്ങിയതാവാൻ പാടില്ല. എല്ലാ ഓപ്ഷൻസും അവിടെ ഉണ്ടായിരിക്കണം. ലൈക്ക് ഇപ്പം ക്യാഷ് ഓൺ ഡെലിവറി, അല്ലെങ്കിൽ പിന്നെ ഡിജിറ്റൽ വാലറ്റ്, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ്സ്, പിന്നെ ഗൂഗിൾ പേ, അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. മൾട്ടിപ്പിൾ ചോയ്സ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ ഒരുപാട് സ്റ്റെപ്സ് ഒന്നും റിക്വയർ ചെയ്യാൻ പാടില്ല. ഒരുപാട് സ്റ്റെപ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിൽ ആവരുത്. പെട്ടെന്ന് ക്വിക്കായിട്ട് കാര്യങ്ങൾ നടക്കുന്ന രീതിയിലായിരിക്കണം. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, നമ്മളൊരു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എഫക്റ്റീവ് വേയിലായിരിക്കണം. അപ്പം ലോക്കൽ ഏരിയയിലായാലും ഇൻ്റർനാഷണലായാലും എവിടെ നിന്നാണോ ഓർഡർ വന്നിരിക്കുന്നത് അതിൻ്റെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിങ് എഫക്റ്റീവായിരിക്കണം. അതുപോലെ ഗുഡ് പ്രൊഡക്റ്റ് പേജസ് ആയിരിക്കണം. ലൈക്ക് പ്രൊഡക്റ്റ് എന്നൊക്കെ ഹൈ ക്വാളിറ്റി ഇമേജസ് യൂസ് ചെയ്യണം. ഒരു കസ്റ്റമർ ഒരു വെബ് പേജിൽ കയറി കഴിഞ്ഞാൽ അയാൾക്ക് വ്യക്തമായ രീതിയിലാക്കി ഈ സാധനത്തിൻ്റെ ക്വാളിറ്റി ഉണ്ട് എന്ന് വാങ്ങാൻ തോന്നിപ്പിക്കുന്ന രീതിയിൽ വളരെ വ്യക്തവും ക്ലിയറുമായിട്ടുള്ള ഇമേജസും നല്ല ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കണം. കസ്റ്റമർ റിവ്യൂ, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ തീർച്ചയായും നമ്മൾ താഴോട്ട് പോയിട്ട് പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ എന്തായാലും നോക്കും. പ്രീവിയസ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂ എന്താണ്, എത്ര സ്റ്റാർ ഈ പ്രൊഡക്റ്റിന് കിട്ടി, ഇങ്ങനെയൊക്കെ അടങ്ങിയിട്ടുള്ളതായിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ടെക്നോളജി ഫീച്ചേഴ്സ് റിക്വയർഡ്, എസെൻഷ്യൽ ടെക്നോളജി ഫീച്ചേഴ്സ് റിക്വയർഡ് എന്ന് പറയുന്നത് ഉബിക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ വേൾഡിൻ്റെ എവിടെ ഇരുന്നിട്ട് നമുക്ക് ആക്സസിബിൾ ആയിരിക്കണം.
ഏത് ഡിവൈസസ് നിന്നും ഏത് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടായാലും നമുക്ക് ആക്സസിബിൾ ആയിരിക്കണം, ഗ്ലോബൽ റീച്ച് ആയിരിക്കണം. അതുപോലെ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും, റിച്ച്നെസ്. ഇ-കൊമേഴ്സ് നല്ല റിച്ച് ആയിട്ടുള്ള കണ്ടൻറ്റ്, ലൈക്ക് എന്താണ്, നല്ല വീഡിയോസ്, ആനിമേഷൻസ്, ഇൻറ്ററാക്റ്റീവ് ആഡ്സ്, ഇതൊക്കെ കസ്റ്റമർ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ ഇൻറ്ററാക്ടിവിറ്റി, അതുപോലെ ഇൻഫർമേഷൻ ഡെൻസിറ്റി, പേഴ്സണലൈസേഷൻ. ഒരു വ്യക്തിക്ക് എന്ത് രീതിയിലുള്ള അവരുടെ പ്രീവിയസ് പർച്ചേസോ അല്ലെങ്കിൽ സെർച്ച് ഹിസ്റ്ററിയോ വെച്ചിട്ട് ആ വ്യക്തി എന്താണ് താല്പര്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസും ഒക്കെ കൊടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആവശ്യമായിട്ടുള്ള ഒരു ഇ-കൊമേഴ്സിന് ആവശ്യമായിട്ടുള്ള ടെക്നോളജി ഫീച്ചേഴ്സാണ് ഇതിവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ആപ്പ് ബേസ്ഡ് ആൻഡ് വെബ് ബേസ്ഡ് ബിസിനസ്. അത്ര ഡിഫിക്കൽട്ടൊന്നും, വളരെ ഈസിയാണ്. ആപ്പ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവൈസ് സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അല്ല ആപ്പോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വെബ് ബേസ്ഡ് എന്ന് പറയുമ്പം കമ്പ്യൂട്ടറും ലാപ്ടോപ്പും വെച്ച് ചെയ്യുന്നതായിരിക്കും. ആപ്പ് ബേസ്ഡ് ആകുമ്പം ആപ്പിലുള്ള ആപ്ലിക്കേഷൻസ് വഴിയായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുക. അടുത്ത റീച്ചബിലിറ്റി എന്ന് പറയുന്ന ആപ്പ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഹയർ റീച്ച് വിത്ത് പുഷ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളത് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കും. അപ്പം കസ്റ്റമറിൻ്റെ എൻഗേജ് വർദ്ധിക്കും. വെബ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് യൂസർ ആക്ടിവിറ്റി വിസിറ്റിംഗ് ദ വെബ്സൈറ്റ്. നമ്മൾ ലാപ്ടോപ്പിലൊന്നും കമ്പ്യൂട്ടറിലൊക്കെ ആയിരിക്കുമ്പം അങ്ങനെ അധികം നമ്മൾ അത് തുറന്ന് നോക്കണമെന്നില്ല. അതുപോലെ പ്ലാറ്റ്ഫോം ആപ്പ് ബേസ്ഡ് നമുക്ക് ഗൂഗിൾ പ്ലേയിലോ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിലൊക്കെ കയറി നമുക്ക് പർച്ചേസ് ചെയ്യാൻ നമ്മൾ ആപ്പുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. വെബ് ബേസ്ഡ് ആക്സസ് ത്രൂ വെബ് ബ്രൗസേഴ്സ് വഴി മാത്രമാണ് വെബ് ബേസ്ഡ് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ. പേയ്മെൻറ്റ് ഗേറ്റ്വേ സിമിലർ തന്നെയാണ്, പക്ഷേ എന്നതിനാലും ഇപ്പം ക്യാഷ് ഓൺ ഡെലിവറിയും ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ ആപ്പ് ബേസ്ഡ് ഉണ്ട്, വെബ് ബേസ്ഡിലും ഉണ്ട്. പക്ഷെ എന്നതിനാലും സിമിലർലി ആപ്പ് ബേസ്ഡിനെക്കാട്ടി വെബ് ബേസ്ഡിന് കുറച്ചുകൂടെ കുറവാണ്. മൊബിലിറ്റി, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമൊന്നുമല്ല. അടുത്തത് ബിൽഡിംഗ്, ഡിസൈനിങ് ആൻഡ് ലോഞ്ചിങ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ്. അതിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ഗ്ലോബലി റീച്ച് കിട്ടാനും നമ്മുടെ ടാർഗറ്റ് കസ്റ്റമറിലേക്ക് എത്താനും അതിന് ഒരു ബ്രാൻഡ് വിസിബിലിറ്റി ഉണ്ടാവാനും ഗ്ലോബലി കിട്ടാനും ഏറ്റവും കൂടുതൽ സഹായകമാണ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേൾഡിൽ നിന്ന് എവിടെ നിന്ന് നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ഉള്ളൊരു ഫെസിലിറ്റി ഒരുക്കുകയാണ്. അതുപോലെ ബ്രാൻഡിന് വളരെ നല്ലൊരു ഗ്ലോബലി റീച്ച് കിട്ടുകയാണ്. ഓരോ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡിനെയും ഓരോ ബിസിനസ്സിന് അതിൻ്റെ ബ്രാൻഡിന് ഗ്ലോബലി റീച്ച് കിട്ടുകയാണ്. അതിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് ആൾക്കാർ അറിയുകയാണ്. അപ്പം അതൊക്കെയാണ്. അടുത്ത അണ്ടർസ്റ്റാൻഡിങ് ഇ-കൊമേഴ്സ് മോഡൽ. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് ഏത് രീതിയിലുള്ളതാണെന്ന് അതിൻ്റെ എങ്ങനെയുള്ള ബിസിനസ്സാണ് നമ്മൾ തുടങ്ങുന്നത് അതിന് ഫിറ്റാവുന്ന രീതി. ഇ-കൊമേഴ്സ് മോഡൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ്സിൻ്റെ നീഡ് അനുസരിച്ചിട്ടാണ്. ഒരു മോഡൽ മാത്രമായിട്ട് ഒരു മോഡൽ മാത്രം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഡിഫറൻസ് മോഡൽസ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കണം, ഏത് രീതിയിലുള്ള ബിസിനസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, അതിന് ഏതാണ് യോജിക്കുന്നത് എന്നുള്ള തീരുമാനം എടുത്തതിന് ശേഷം ആ മോഡൽ നമ്മൾ സെലക്ട് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്. പ്രധാനപ്പെട്ടതായിട്ടൊന്നുമില്ല ഇവിടെ. അടുത്തത് SDLCയും അതുപോലെ അജൈൽ മെത്തഡോളജിയും. ഇത് രണ്ടും എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് അപ്രോച്ചാണ്. നമ്മൾ ഇ-കൊമേഴ്സിൽ ഡെവലപ്മെൻറ്റ് വരുന്ന രണ്ട് അപ്രോച്ചാണ്, അജൈലും അതുപോലെ SDLC ഇ-കൊമേഴ്സ് സൊല്യൂഷൻസും. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അജൈൽ എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്, ഇൻറ്ററാക്റ്റീവാണ്, ഫോക്കസ് ഓൺ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റിന് ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ ഫ്ലെക്സിബിളാണ്, പെട്ടെന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ റെഗുലർ കസ്റ്റമർ ഫീഡ്ബാക്കിൽ നിന്ന് അവർ
എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഷോർട്ട് ടൈമിനകത്ത് ഫാസ്റ്റ് ഡെലിവറി ഫീച്ചേഴ്സ്, അതുപോലെ റെഗുലർ കസ്റ്റമർ ഫീഡ്ബാക്ക്, ഇതൊക്കെ എടുത്തുകൊണ്ട് എന്തൊക്കെയാണ് ഇ കൊമേഴ്സിൽ മാറ്റം വരുത്തേണ്ടതെന്ന് തീരുമാനമെടുത്ത് പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ SDLC എന്ന് പറയുന്നത് കുറേ സ്റ്റെപ്പുകളായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നതാണ്. ലൈക്ക് പ്ലാനിങ് ചെയ്യും, അതിനുശേഷം ഡെവലപ്മെൻറ്റ് ചെയ്യും, ടെസ്റ്റ് ചെയ്യും, ഇങ്ങനെ കുറേ സ്റ്റെപ്സുകൾ കഴിഞ്ഞിട്ടാണ് അത് അഡാപ്റ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ടൈം എടുക്കും, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. പക്ഷേ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ബിസിനസ്സാണ് നോക്കുന്നതെങ്കിൽ SDLC ആണ് നല്ലത്. പക്ഷേ ഇത് കുറച്ച് ടൈം എടുക്കും. ബട്ട് അജൈൽ മെത്തഡോളജി എന്ന് പറയുന്നത് ക്വിക്കാണ്, പെട്ടെന്ന് തന്നെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടും കസ്റ്റമർ ഫീഡ്ബാക്കും ഫാസ്റ്റ് ഡെലിവറി ഫീച്ചേഴ്സ് കൊടുത്തുകൊണ്ടും കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ട് ഇ കൊമേഴ്സിന് മാറ്റം വരുന്നു. ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ SDLC എന്ന് പറയുന്നത് സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഓരോ കടമ്പകൾ കടന്നുകൊണ്ട് തീരുമാനങ്ങളെടുത്ത് അഡാപ്റ്റ് ചെയ്യാണ്, മാറ്റങ്ങൾ വരുത്തുകയാണ്. അപ്പം അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷെ സ്റ്റേബിളാണ്. ബട്ട് അജൈൽ ജനറലി സ്യൂട്ടഡ് ആയിട്ടുള്ളത് ഫാസ്റ്റ് പേസ്ഡ് ഇ കൊമേഴ്സിനാണ്. പെട്ടെന്ന് ഉള്ള ഇ കൊമേഴ്സ് പ്രൊജക്ട്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അജൈലാണ്. അടുത്തത് പറയുന്നത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് ആണ്. ഒരു ഇ കൊമേഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് അതിന് കറക്റ്റായിട്ടുള്ള ഹാർഡ്വെയറും അതുപോലെ സോഫ്റ്റ്വെയറും സെലക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സെർവർ ടൈപ്പ്, സ്കെയിലബിലിറ്റി, ഓപ്പറേറ്റിംഗ് സിസ്റ്റം കറക്റ്റായിട്ടുള്ള സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഔട്ട്സോഴ്സിംഗ് വേഴ്സസ് ഇൻ ഹൗസ് ഡെവലപ്മെൻറ്റ്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കമ്പനീസിനോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനോ അവരുടെ ടാസ്കുകളോ പ്രൊജക്റ്റുകളോ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റോ മാർക്കറ്റിങ്ങോ ഒക്കെ പുറത്തൊരാളെ ഏൽപ്പിക്കലാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഇൻ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആ കമ്പനികളിൽ തന്നെ എംപ്ലോയീസ് തന്നെ അവരുടെ ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാനോ ലൈക്ക് ബിസിനസ് ഹാൻഡിൽ ചെയ്യാനോ ഇതൊക്കെ ആ കമ്പനിയിലുള്ളവർ തന്നെ ചെയ്യുന്നതാണ് ഇൻ ഹൗസ് ഡെവലപ്മെൻറ്റ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുള്ള ഒരു കമ്പനിക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് പുറത്തുള്ള ഒരു ഇൻഡിവിജ്വലിന് ഏൽപ്പിക്കുന്നതാണ്. അപ്പം അതിനെക്കുറിച്ചാണ് ഇവിടെ അഡ്വാൻറ്റേജസ് എന്താണൊക്കെ. ഇൻ ഹൗസ് ഡെവലപ്മെൻറ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും. അതുപോലെ ചലഞ്ചസ് എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണ്, റിക്വയേഴ്സ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ വേണം, എന്നാൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആയ ഡെവലപ്പേഴ്സിനെ നമുക്ക് കിട്ടും, അതുപോലെ റിസ്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൺട്രോൾ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ ഒരു കൺക്ലൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആർക്കിടെക്ചറൽ ഫ്രെയിംവർക്ക് ഓഫ് ഇ കൊമേഴ്സ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇ കൊമേഴ്സിൻ്റെ പലതരത്തിലുള്ള കോമ്പോണൻസ് എങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കാം, അതിനെങ്ങനെ എഫിഷ്യൻ്റായിട്ട് കൊണ്ടുപോകാം, അതുപോലെ സെക്യൂറായ ഓൺലൈൻ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ നൽകാം, ഇതൊക്കെ അടങ്ങിയ ഒന്നാണ് ഫ്രെയിംവർക്കാണ് ആർക്കിടെക്ചറൽ ഫ്രെയിംവർക്ക് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തുള്ള കീ കോമ്പോണൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ കൊമേഴ്സിൻ്റെ പലതരത്തിലുള്ള കോമ്പോണൻസ് പരസ്പരം സഹകരിച്ച് എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ് അതാണ് ആർക്കിടെക്ചർ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നത് ഇ കൊമേഴ്സ് സിസ്റ്റം ഒരു ഫ്രണ്ട് എൻഡ് ഭാഗമാണ്. അപ്പം ഫസ്റ്റത്തെ പേജിൽ തന്നെ പ്രൊഡക്റ്റിൻ്റെ പേജുകൾ, ഷോപ്പിംഗ് കാർട്ട്, ചെക്ക് മാനേജ്മെൻറ്റ് തുടങ്ങിയവ ഇതിലുണ്ടാവും. അപ്പം അതിൻ്റെ ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്നത് HTML, CS, ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയവയാണ്. അതുപോലെ ബിസിനസ് ലോജിക് ലെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറയും. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ബിസിനസ്സിൻ്റെ നിയമങ്ങളും പ്രക്രിയകളും ഇവിടെയാണ് നടക്കുന്നത്. അപ്പം
പ്രൊഡക്റ്റുകൾ കൈകാര്യം ചെയ്യുക, ഓർഡർ പ്രോസസ്സിങ്, പേയ്മെൻറ്റ്, ഡിസ്കൗണ്ട്, കസ്റ്റമർ ഒതൻറ്റിക്കേഷൻ തുടങ്ങിയതെല്ലാം നടക്കുന്നത് ഈ ലെയറിലാണ്. അതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് PHP, പൈത്തൺ, ജാവ ഒക്കെയാണ്. അടുത്തത് പറയുന്നത് ബ്രോക്കറേജ് സർവീസ്, ഡാറ്റ ഓർ ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ്. ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് മാനേജസ് ഓർഡർ പ്രോസസ്സിങ്, പേയ്മെൻറ്റ് പ്രോസസ്സിങ്, ട്രാൻസാക്ഷൻ ഇൻട്രാക്ഷൻസ്. എക്സാമ്പിൾ ഒന്ന് പേയ്മെൻറ്റ് ഗേറ്റ് വേ, ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. പേയ്മെൻ്റ് ഒക്കെ കൊടുക്കുക, പേയ്മെൻറ്റ് ഗേറ്റ് വേയും ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആണ്. അടുത്ത ഇൻ്റർഫേസ് ആൻഡ് സപ്പോർട്ട് ലെയർ എന്ന് പറയുന്നത് പ്രൊവൈഡ്സ് ഡയറക്ടറി സപ്പോർട്ട് ഫങ്ഷൻ ആൻഡ് ഇൻറ്ററാക്റ്റീവ് കാറ്റലോഗ്. എക്സാമ്പിൾ യൂസർ ഇൻ്റർഫേസ്, സെർച്ച് എൻജിൻസ്, കാറ്റലോഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അടുത്തത് സെക്യൂർ മെസ്സേജിങ്, സെക്യൂരിറ്റി ആൻഡ് ഇലക്ട്രിക് ഡോക്യുമെൻറ്റ് ഇൻ്റർചേഞ്ച്. ഇവിടെ പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ സുരക്ഷിതമായിട്ട് എൻക്രിപ്ഷനോടുകൂടി സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. അടുത്തത് മിഡ്വെയർ എന്ന് പറയുന്നത് പേയ്മെൻറ്റ്, അതുപോലെ ഷിപ്പിംഗ് സേവനങ്ങൾ, CRM സിസ്റ്റങ്ങൾ എന്നിവ സംബന്ധിച്ച ഭാഗമാണിത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചേർന്നതാണ് ആർക്കിടെക്ചർ ഫ്രെയിംവർക്ക് ആൻഡ് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇ-കോമേഴ്സ് എന്ന് പറയുന്നത്. ആർക്കിടെക്ചർ ഫ്രെയിംവർക്ക് ഓഫ് ഇ-കോമേഴ്സ് എന്ന് പറയുന്നത് ഈ ലെയേഴ്സൊക്കെ അടങ്ങിയതാണ്. ഈ പറഞ്ഞിരിക്കുന്ന ലെയേഴ്സൊക്കെ അടങ്ങിയ ഈ കോമ്പോണൻസൊക്കെ ഒത്തുചേർന്ന് പ്രവർത്തിപ്പിക്കുന്ന ഒന്നാണ് ആർക്കിടെക്ചർ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അടുത്ത ഡൊമൈൻ നെയിം സിസ്റ്റം. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഡൊമൈൻ വേണമെന്നൊക്കെ വളരെ യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ IP അഡ്രസ്സ് ഉണ്ടാവും, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. വെബ് സെർവർ ഇംപ്ലിമെൻറ്റേഷൻ, ഇതൊക്കെ അത്ര കാര്യമായി പഠിക്കാനൊന്നുമില്ല. അടുത്തത് ഇമ്പാക്റ്റ് ഓഫ് എമർജിങ് ടെക്നോളജി ഇൻ ഇ-കോമേഴ്സ്. പുതുതായിട്ട് വന്ന ടെക്നോളജി ഇ-കോമേഴ്സിന് ഏതൊക്കെ രീതിയിലാണ് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത് പറയുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. മൊബൈൽ ഡിവൈസ് ആൻഡ് മൊബിലിറ്റി. മൊബൈൽ ഡിവൈസ് വന്നപ്പം കുറച്ചുകൂടി ഇ-കോമേഴ്സ് കുറച്ചുകൂടെ അതിൻ്റെ ഗ്രോത്ത് വർദ്ധിച്ചു. കൺസ്യൂമേഴ്സിനെ ഷോപ്പ് ചെയ്യാനും ബിൽസ് പേ ചെയ്യാനൊക്കെ മൊബൈൽ വഴി പറ്റുന്നുണ്ട്. അടുത്തത് ബിഗ് ഡാറ്റ. ഇവിടെ നമുക്ക് ഇപ്പം ഇ-കോമേഴ്സ് കമ്പനി ക്യാൻ ഹാൻഡിൽ വാസ്റ്റ് എമൗണ്ട് ഓഫ് ബിഗ് ഡാറ്റ. ഒരുപാട് ഡാറ്റാസ് നമുക്ക് ഇൻ്റർനെറ്റ് വഴി ഒരുപാട് ഡാറ്റാസ് ലഭിക്കാൻ തുടങ്ങി. അത് വെച്ച് ട്രെൻഡ്സ് അൺകവർ ചെയ്യാൻ പറ്റും. ഇപ്പം കറൻ്റ്ലി എന്താണ് നടക്കുന്നത്, ട്രെൻഡ് എന്താണെന്നൊക്കെ, കസ്റ്റമർ പ്രിഫറൻസ് എന്താണ്, മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എന്താണെന്നൊക്കെ ഈ ഡാറ്റ വെച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ AI-യും അതുപോലെ ML ഒക്കെ വന്നപ്പോൾ, മെഷീൻ ലേണിങ്ങും AI ഒക്കെ വന്നപ്പോൾ കുറച്ചുകൂടെ പേഴ്സണലൈസേഷൻ, റിയൽ ടൈം ഇൻറ്റൻറ്റ് ടാർഗറ്റിങ്, വോയിസ് അസിസ്റ്റൻസ്, റെക്കമെൻഡേഷൻ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വന്നു. അടുത്ത ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT, ഡിജിറ്റൽ ട്വിൻസ് ഇതൊക്കെ വന്നപ്പോൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എൻഹാൻസ് ചെയ്തു. വെയർഹൗസ് ഓട്ടോമേഷൻ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്തു. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എഡ്ജ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഫോഗ് കമ്പ്യൂട്ടിംഗ് ഒക്കെ കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് സ്കെയിലബിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് സ്റ്റോറേജ് പ്രോസസ് സൊല്യൂഷൻസ് വന്നു. അതുപോലെ ബ്ലോക്ക് ചെയിന്, സെക്യൂർ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഇമ്മ്യൂട്ടബിൾ ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് തരുന്നതുപോലെ സപ്ലൈ ചെയിൻ ട്രാക്കിംഗ് റെഡ്യൂസസ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഇൻ്റർമീഡിയറ്റ്സിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ട്രാൻസാക്ഷൻ കോസ്റ്റൊക്കെ റെഡ്യൂസ് ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ്, ഒരുപാട് മാറ്റം ഇ-കൊമേഴ്സിൽ വന്നു ഈ എമർജിങ് ടെക്നോളജി കാരണം. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് വാട്ട് ആർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു ഇൻ്റർനെറ്റ് വഴിയോ അല്ലെങ്കിൽ മറ്റു ഡിജിറ്റൽ നെറ്റ്വർക്കിലൂടെയോ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്.
ഇത് ഒന്നെങ്കിൽ സർവീസസ് നൽകുന്നതിനോ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് വിൽക്കുന്നതിനോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചസ് നടത്തുന്നതിനോ അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്യുന്നതിനൊക്കെ എല്ലാം ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ്. സോഷ്യൽ മീഡിയ, യൂസേഴ്സിൻ്റെ ഡാറ്റാസൊക്കെ കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ക്ലൗഡ് ബേസ്ഡ് ഫ്രെയിം വർക്ക്സ് ആണ്. ക്ലൗഡ് ബേസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ AML ഇൻറ്റഗ്രേഷൻ, ബിഗ് ഡാറ്റ യൂട്ടിലൈസേഷൻ, APIs, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസസ് ഇതൊക്കെ അടങ്ങിയതാണ്. ഹൗ പ്ലാറ്റ്ഫോം വർക്ക്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്താണ് കളക്ട് ചെയ്യും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ക്ലൗഡ് ബേസ്ഡ് സിസ്റ്റത്തിൽ നിന്നും യൂസേഴ്സിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്യുകയും അതിനെ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. അഥവാ ML മെഷീൻ ലേണിംഗ് അൽഗോരിതം വെച്ച് പ്രോസസ്സ് ചെയ്തിട്ട് ആ ഡാറ്റാസ് പ്രോസസ്സ് ചെയ്ത് അനലൈസ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യാണ് യൂസർ പ്രിഫറൻസസ്. യൂസേഴ്സിൻ്റെ പ്രിഫറൻസ് എന്താണ്, അവരുടെ ബിഹേവിയർ എന്താണെന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഈ പ്രഡിക്ഷൻസ് ആണ് പേഴ്സണലൈസ്ഡ് കണ്ടന്റ് ആയിട്ട് മാറ്റുന്നത്. അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ടാർഗറ്റഡ് ഓഡിയൻസിനൊക്കെ നമുക്കൊരു വാസ്റ്റായിട്ടുള്ള ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് എമർജിങ് ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വ്യക്തിക്ക് എന്താണ് അവരുടെ നീഡെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസും അഡ്വർടൈസ്മെൻറ്റും ഒക്കെ നമുക്ക് നൽകാൻ പറ്റും. നമ്മളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു കറണ്ട് ആയിട്ടുള്ള ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഡാറ്റ കളക്ഷൻസ്, യൂസേഴ്സിൻ്റെ ഡാറ്റാസൊക്കെ അവർ മാസീവായിട്ടുള്ള ഡാറ്റ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതുപോലെ അതിൻ്റെ ഡാറ്റ അനലൈസ് ചെയ്യുന്നു, അതിൻ്റെ പേഴ്സണലൈസേഷൻ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഗൂഗിളിൽ എന്തൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഗൂഗിൾ ഇത് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ട്രെൻഡിൽ പോയിട്ട് നമുക്ക് ട്രെൻഡിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺട്രിയിൽ, ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ഇപ്പം കറൻ്റിൽ എന്താണ് ട്രെൻഡ്, ഏറ്റവും കൂടുതൽ എന്താണ് സെർച്ച് ചെയ്തത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഡാറ്റ വെച്ചിട്ട് എടുക്കാൻ പറ്റും. അത് അനലൈസ് ചെയ്തിട്ട് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എന്താണ് നമ്മുടെ ഓഡിയൻസിന് എന്താണ് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്താണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണ് തിരയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അടുത്ത ടൈപ്പ് ഓഫ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, അതിൻ്റെ ഫങ്ഷൻസ് വെച്ചിട്ടാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഷെയറിംഗ് ഇക്കോണിക് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന എയർബിഎൻബി. ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് ടൂൾസ് എൻവയോൺമെൻറ്റ്സ് ഫോർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, GitHub. അടുത്തത് ക്രൗഡ് sourcing or crowd funding platform allow users to contribute project or fund new ventures. Kickstarters എക്സാമ്പിൾ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ കാറ്റഗറൈസ് ചെയ്തിട്ട് പേയ്മെൻറ്റിനുള്ളത് പേപാൽ, റീറ്റെയിൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആമസോൺ, ബുക്കിംഗ് അറേഞ്ച്മെൻറ്റ്സ് എക്സ്പീഡിയ, കണ്ടൻറ് ആൻഡ് റിവ്യൂ പ്ലാറ്റ്ഫോം യെൽപ്പ്, അങ്ങനെ ഓരോന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Impact of digital platform on e-commerce. Digital platform have had a transformative impact on e-commerce. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വന്നതോടുകൂടി ഇ-കൊമേഴ്സിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഡിസ്ഇൻ്റർമീഡിയേഷൻ, ഇവിടെ ഇൻ്റർമീഡിയേറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൺസ്യൂമറിലേക്ക് എത്താൻ പറ്റും. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് ഊബറിൽ നമ്മളിപ്പോൾ ഒരു ടാക്സി വിളിക്കുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഊബറിൽ കയറി ഡ്രൈവേഴ്സിനെ കണക്ട് ചെയ്ത് ഡ്രൈവറിനെ വിളിക്കാം. ഇവിടെ എന്താണ് എലിമിനേറ്റ് ചെയ്യുന്നത്, ടാക്സി സ്റ്റാൻഡ്സൊക്കെ ഇവിടെ എലിമിനേറ്റ് ആവാണ്. ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ടാക്സി സ്റ്റാൻഡ് അവിടെ ഒഴിവാക്കപ്പെടുകയാണ്. അടുത്തത് ഇവിടെ ഹ്യൂബറൈസേഷൻ ഈ കൺസെപ്റ്റിൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വിർച്വൽ മീറ്റിംഗ് നടക്കുകയാണ്. ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വിർച്വൽ മീറ്റിംഗ് നടക്കുകയാണ്. ഇവിടെ അപ്പ് വർക്ക്
അപ്വർക്കായിട്ടുള്ള നമ്മുടെ അപ്വർക്ക് ഫ്രീലാൻസ് ചെയ്യുന്ന അപ്വർക്കിലൊക്കെ നമുക്ക് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലൊരു വിർച്വൽ മീറ്റിംഗ് സാധ്യമാവുന്നുണ്ട്. Accessibility and efficiency. Digital platform provide access to previously costly or time-consuming resources. For instance, ഇവിടെ പറയുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്രീവിയസ്ലി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടൈം കൺസ്യൂം ആയിട്ടുള്ള റിസോഴ്സ് നൽകുമ്പോൾ, ഫോർ ഇൻസ്റ്റൻസിൽ GitHub ഓഫേഴ്സ് റെപ്പോസിറ്ററി ഓഫ് സോഫ്റ്റ്വെയർ ടൂൾസ്. എന്നാൽ ആപ്പ് സ്റ്റോർ നൽകുന്നത് ലൈക്ക് ഗൂഗിൾ പ്ലേ ഒക്കെ നൽകുന്നത് ഈസി ആൻഡ് ആക്സസിബിൾ ആയിട്ടുള്ള ന്യൂമറസ് ആപ്പ് വിത്ത് സെക്യൂരിറ്റി മെഷേഴ്സ്, സെക്യൂരിറ്റി ഒക്കെയുള്ള ഈസി ആക്സസ് ആയിട്ടുള്ള ആപ്സുകൾ നൽകുന്നു. ഇവിടെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരു ബിസിനസ്സിന് ഗ്ലോബലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയാണ്. അതുപോലെ അതിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുകയാണ്, പേഴ്സണൽ എക്സ്പീരിയൻസ് നൽകുകയാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, AI, ML ആൻഡ് ബിഗ് ഡാറ്റ ടു ക്രിയേറ്റ് sophisticated ecosystem that reshape how transaction and interactions occur in the digital age. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ബിസിനസ്സിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാണ്. അടുത്ത ഡിജിറ്റലൈസേഷൻ ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ബിസിനസ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, മൊബൈൽ ടെക്നോളജി, ഓട്ടോമേഷൻ, AML, ബിഗ് ഡാറ്റ, ഇതൊക്കെ ജസ്റ്റ് വായിച്ചു പോയാൽ മതി. അപ്പം ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞിട്ടുള്ളത്.